വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സൗദി അറേബ്യയിൽ എൻ്റെ ലൈഫ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അടങ്ങിയൊരു ജീവിതമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പാസ്പോർട്ട് അവർ കമ്പനി തന്നില്ല. അങ്ങനെ ഈ പൈസ കൊടുത്തതിന് ശേഷം എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും 3500 റിയാൽ മുക്കാലഫ് അടച്ചതും അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കിട്ടി. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നു. അങ്ങനെ ആ പാസ്പോർട്ട് വെച്ച് രണ്ടാമത് ഖത്തറിലേക്കുള്ളൊരു ജീവിതയാത്ര ആയിരുന്നു. അതിലെങ്കിലും ഞാൻ കഴിച്ചില്ലാവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഖത്തറിൽ പോയി 1.5 വർഷം നല്ല സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ജോലി സംബന്ധിച്ചിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ അതിന് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതല്ലേ. അങ്ങനെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ ഒരു സുപ്രഭാതത്തിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫാമിലിനെ കൊണ്ടുവന്നിരുന്നു. എൻ്റെ മക്കളവിടെ ഉണ്ടായിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് ഇതേപോലെ ശമ്പളം കിട്ടാതായപ്പോൾ എനിക്ക് വേറെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയാൻ പറ്റാത്ത. അങ്ങനെ പിന്നെ അവിടുന്ന് ചാടില്ലാതെ നിവൃത്തിയില്ല. പാസ്പോർട്ട് അവരെ കയ്യിലാണ്. അങ്ങനെ ഞാൻ എന്ത് പണി ചെയ്ത് അവിടുന്ന് ചാടി. അങ്ങനെ ഖത്തറിൽ എന്ത് റൂൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഞാൻ അറിയണമെന്ന്, എങ്ങനെ നാട്ടിൽ പോവാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് വിടരുത്. ഇൻബോക്സ് ഞാൻ നോക്കാറില്ല. ഓക്കെ, കാരണം എന്നോട് പല ആളുകളും ചോദിക്കും എന്തുകൊണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാവർക്കും റീപ്ലൈ കൊടുത്തിട്ട് എത്തുന്നില്ല. അപ്പോൾ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കാറുണ്ട്. കമൻറ്റ് ബോക്സിൽ വളരെ പ്രധാനപ്പെട്ട കമൻസുകളൊക്കെയാണ് ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഒന്ന് ഷമാൽ റോഡും ഒന്ന് സൽവാർ റോഡും, അങ്ങനെ സൽവാർ റോഡിൽ തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് മറന്നു പോയിട്ടുണ്ട്. അവിടെ ഒരു CID ഓഫീസ് ഉണ്ട്. അവിടെ ചെന്നു. ശമ്പളം കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. പാസ്പോർട്ട് കയ്യിലില്ല, പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രമേ ഉള്ളൂ. ഖത്തർ എയർവേസിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പാസ്പോർട്ടിൻ്റെ കോപ്പി വെച്ച് ടിക്കറ്റിന് അപേക്ഷ ചെയ്തു. അങ്ങനെ എംബസി പോയി പ്രൊസീജിയറുകൾ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി. അന്ന് ഔട്ട് പാസ് എടുക്കാൻ എത്ര 60 റിയാലറ്റ് തോന്നുന്നുണ്ട്. ഖത്തറിൽ റിയാലാണ്. അങ്ങനെ ഞാൻ ആ ഔട്ട് പാസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാരണവരെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം അത്രയും പ്രയാസമാണ്. ശമ്പളം തരുന്നില്ല. അന്ന് 2000 റിയാലായിരുന്നു അവിടെ ശമ്പളം. അങ്ങനെ 1500 തരും, 500 പിന്നെ തരാം, അല്ലെങ്കിൽ 500 തരും, 1500 പിന്നെ തരാം. അങ്ങനത്തെ ഒരു സാഹചര്യം ആയപ്പോൾ ചാടില്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ അവിടുന്ന് ചാടി. അങ്ങനെ വീണ്ടും സേഫ് ഖത്തറിനോട് വിട പറഞ്ഞു. ഇനിയൊരു ഖത്തറിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിലും ഞാൻ വരത്തില്ല. ഖത്തറിലേക്ക് ബാൻ 5 വർഷം. അപ്പം എൻ്റെ സൗദി അറേബ്യയിലെ കഥ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറഞ്ഞു. ഖത്തറിലെ കഥ അതും ഞാൻ പറഞ്ഞു. ഇനി പിന്നെ അടുത്തത് ദുബായ്, ബഹ്റൈൻ ആൻഡ് കുവൈറ്റ്. പക്ഷേ കുവൈത്തിലേക്ക് ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. പക്ഷേ അറിയത്തില്ല ഇനി എന്തായിരിക്കും ലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു ചുറ്റുപാടും കാര്യങ്ങളൊന്നും. കാരണം ഒരുപാട് വിഷമങ്ങളിലും സങ്കടങ്ങളിലും കടന്നു പോവാണ് സൈഫ്. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സൈഫ് ഒന്നിനെ കുറിച്ചും പറയാത്തത്. നമ്മളെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാറില്ല. എൻ്റെ ജീവിത കഥനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറയും. ബാക്കി നിങ്ങൾ കമൻസിൽ അറിയിച്ചോളൂ.